പൗരത്വവും വോട്ടവകാശവും നഷ്ടപ്പെടാതിരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ 2 മിനിറ്റ് സമയമുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് പോകണം. SIRന്റെ ഔദ്യോഗിക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ എന്തു ചെയ്യണമെന്ന് കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞുതരാം. എങ്ങനെയാണ് SIR നടപ്പിലാക്കുന്നത് എന്ന് നോക്കാം. ഇന്ന് മുതൽ ഡിസംബർ 4 വരെയുള്ള ദിവസങ്ങളിലായി BLMR നിങ്ങളുടെ വീട്ടിലെത്തും. അവർ 2 ഫോമുകൾ നിങ്ങൾക്ക് തരും. അതിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കാനുള്ള ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് വീട്ടിലെ എല്ലാവരും പുതിയ 2 ഫോട്ടോ എടുത്തു വെക്കുന്നത് നല്ലതാണ്. 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് ഈ ഫോം പൂരിപ്പിക്കാവുന്നതാണ്. നിങ്ങൾ പൂരിപ്പിച്ച് നൽകുന്ന 2 ഫോമിൽ ഒന്ന് ഒപ്പിട്ട് BLO നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും. അത് സൂക്ഷിച്ചു വെക്കണം. വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇനി പേരില്ലാതെ വന്നാൽ അപ്പീലായി സമർപ്പിക്കാനുള്ള ഒരേയൊരു രേഖയാണ് ഇതെന്ന് ഓർക്കണം. ഇനി 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ നിങ്ങളുടെ മാതാവിന്റെയോ പിതാവിന്റെയോ അടുത്ത ബന്ധുക്കളുടെയോ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ BLO നൽകുന്ന ഫോമിൽ അത് പൂരിപ്പിച്ച് നൽകണം. ഇനി ആരൊക്കെയാണ് BLOക്ക് പ്രത്യേക രേഖകൾ സമർപ്പിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. BLOക്ക് നിങ്ങൾ ഫോം പൂരിപ്പിച്ച് നൽകുമ്പോൾ ആരും ഒരു രേഖയും സമർപ്പിക്കേണ്ടതില്ല. എന്നാൽ അവർ ആവശ്യപ്പെടുന്ന മറ്റൊരു സമയത്ത് രേഖ സമർപ്പിക്കേണ്ടി വരും. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരോ അവരുടെ മക്കളോ അധികമായി ഒരു രേഖയും നൽകേണ്ടതില്ല. 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവർ അവരുടെ ജനന സർട്ടിഫിക്കറ്റ്, വോട്ടർ ID കാർഡ്, പാസ്പോർട്ട്, SSLC, ആധാർ കാർഡ് ഇതിലേതെങ്കിലും ഒന്ന് പിന്നീട് രേഖയായി സമർപ്പിക്കേണ്ടി വരും. അതിന്റെ കോപ്പി സബ്മിറ്റ് ചെയ്താൽ മതി. 2004 ശേഷമാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖയ്ക്ക് പുറമെ മാതാവിന്റെയും പിതാവിന്റെയും ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖ നിങ്ങൾ BLOമാർ ആവശ്യപ്പെടുന്ന സമയത്ത് സമർപ്പിക്കണം. ഒരു വീട്ടിൽ നിന്ന് കുടുംബനാഥനല്ല ഫോം പൂരിപ്പിച്ച് നൽകേണ്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത എല്ലാവരുടെയും പേരിൽ BLOമാർ അവരുടെ പേര് വെച്ചു തന്നെ ഒരു ഫോം നൽകുന്നതാണ്. ആ ഫോം വീട്ടിലെ എല്ലാവരും വ്യക്തിപരമായി തന്നെ പൂരിപ്പിച്ച് നൽകേണ്ടതാണ്.